ഹായ് ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ജിയോ പൊളിറ്റിക്സിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് സൗദി അറേബ്യയും പാകിസ്ഥാനും കൂടെ നടത്തിയ ആ ഒരു എഗ്രിമെന്റ് ആണ്. അതായത് സൗദിക്കെതിരെ അറ്റാക്കുകൾ നടത്തുകയാണെങ്കിൽ അത് പാകിസ്ഥാന്റെ എതിരെ അറ്റാക്കുകൾ നടത്തിയതായി കരുതപ്പെടുകയും ഈ രണ്ട് രാജ്യങ്ങൾ ചേർന്ന് അറ്റാക്ക് ചെയ്യും. അതുപോലെ തന്നെ അത് വൈസ് വേഴ്സ. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതായത് പാകിസ്ഥാനും നമ്മളുമായിട്ടുള്ള പ്രശ്നം. ഇതുകൊണ്ട് തന്നെ സൗദി നമുക്കെതിരെ അറ്റാക്കുകൾ വരുത്തുമോ, അതുപോലെ തന്നെ സൗദി എങ്ങനെയൊക്കെ നമുക്കെതിരെയുള്ള അറ്റാക്കുകൾ നടത്തും, അതുപോലെ തന്നെ ഇതിലുള്ള പ്രശ്നം ഇസ്രായേലിന് എന്തൊക്കെയാണ്, ഇന്ത്യക്ക് എന്തൊക്കെയാണ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ മുസ്ലിം നാറ്റോ വരുമോ എന്നുള്ളൊരു ചോദ്യവും പലർക്കും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള അതായത് ഡീലാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു ഡീൽ ഇപ്പോൾ പ്രധാനമായിട്ടും വരാനുള്ള കാരണം എന്താ വെച്ചാൽ അതായത് റീസെന്റ് ആയിട്ട് ഇസ്രായേൽ ഖത്തറിൽ കയറി അറ്റാക്കുകൾ നടത്തിയതാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അറബ് ലോകം ഒന്ന് ചെറുതായിട്ട് ഷെയ്ക്കായിരിക്കുന്നു. അതായത് നമ്മൾ ലക്ഷക്കണക്കിന് കോടി അമേരിക്കയ്ക്ക് വാരി കൊടുത്തിട്ടും അവർ ഒരു അക്ഷരം പോലും ഇതിനെ മിണ്ടുകയോ അല്ലെങ്കിൽ അവർ നമ്മളെ സഹായിക്കാനോ മുന്നോട്ട് വന്നില്ല. ഇതുകൊണ്ട് തന്നെ ഇത്രയധികം കോടികൾ കൊടുത്തിട്ട് എന്താ കാര്യം? എല്ലാ അറബ് രാജ്യങ്ങളും ഞങ്ങൾ ഇസ്രായേലുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആണെങ്കിലും അവർക്കെല്ലാം തന്നെ ഉള്ളിൽ നല്ലൊരു ദേഷ്യമുള്ള രാജ്യം ഇസ്രായേൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഇസ്രായേലിനെതിരെ ഒരു പ്രൊട്ടക്ഷനും കൂടി ആവാൻ വേണ്ടിയാണ് ഇത്രയധികം കോടികൾ അമേരിക്കയ്ക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയ്ക്ക് ഇത്ര എയർബേസ് ഖത്തറിലും അതുപോലെ തന്നെ സൗദിയിലെല്ലാം ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുന്നതും. അതുപോലെ തന്നെ ഓരോ വർഷം ഇത്രയധികം അതായത് ഡിഫൻസ് ഡീൽ കൊടുക്കുന്നതും അതുപോലെ തന്നെ അമേരിക്കയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ്. പക്ഷേ ആവശ്യം വരുമ്പോൾ അമേരിക്കയുടെ സേഫ്റ്റി ഇല്ല എന്ന് അറിയുമ്പോൾ അവർ വേറെ ഒരു മാർഗം തിരയേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡീൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡീൽ കൊണ്ട് ഇസ്രായേലിന് എന്തൊക്കെയാ പ്രശ്നമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഇസ്രായേലിനുണ്ടാവുന്ന പ്രശ്നം, അതായത് അറബ് ലോകത്തിലെ വൺ ഓഫ് ദ ഏറ്റവും പവർഫുൾ രാജ്യം ഏതാണെന്ന് വെച്ചാൽ പാകിസ്ഥാനാണ്. അതായത് ഒരേ ഒരു രാജ്യം ഈ ലോകത്ത് മുസ്ലിം രാജ്യം അതായത് അണുവായുധമുള്ളത് ഇതേ പാകിസ്ഥാന്റെ കൈവശം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യവുമായിട്ടാണ് ഇപ്പോൾ സൗദി പോയി കരാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ സൗദിക്കൊരു വാടക കൊണ്ട് തന്നെയാണ് കിട്ടുന്നത്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ അതായത് ഇറാനും സൗദിയുമായിട്ടൊരു പ്രശ്നം എപ്പോഴും മിഡിൽ ഈസ്റ്റിൽ നിൽക്കുന്നതാണ്. അതായത് അറബ് ലോകത്തിലെ ഏറ്റവും ശക്തി ആർക്കാണ്? ഇതിൽ ഇപ്പോൾ സൗദി അറേബ്യയാണ് ഡോമിനൻസ് കാണിക്കുന്നത്. അപ്പോൾ നാളെ ഇറാൻ എന്തെങ്കിലും അതായത് ഒരു 10 വർഷത്തിൻ്റെ ഉള്ളിലെങ്ങാനും ഇറാൻ ഒരു ആണവായുധം കണ്ടുപിടിക്കും എന്നുള്ളത് യാതൊരുവിധ സംശയവുമില്ല. പക്ഷെ അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേലും ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനെതിരെ അതായത് ഇറാനെതിരെ സ്ട്രോങ് ആയി നിൽക്കാൻ വേണ്ടിയാണ് അമേരിക്കയുടെ സപ്പോർട്ട് സൗദി എപ്പോഴും തിരയുന്നത്. രണ്ടാമത്തെ കാര്യം, അതായത് നാളെ ആണവായുധം എടുക്കുകയാണെങ്കിൽ ഇറാൻ എപ്പോൾ വേണമെങ്കിലും സൗദിക്കെതിരെ അറ്റാക്കുകൾ നടത്താം. അതുപോലെ തന്നെ അതായത് ഇപ്പോൾ ഉള്ള കിരീടം ഇറാൻ്റെ അടുത്തോട്ട് പോവുകയും ചെയ്യും. ഇത് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ ഇത് ഇപ്പോൾ മക്ക മദീന എല്ലാം തന്നെ സൗദിയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കിരീടമുള്ളത്. അപ്പോൾ ആണവായുധം വരികയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളും ഇറാന്റെ ആ ഒരു സപ്പോർട്ടിലോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ സൗദിന്റെ ആ കിരീടം പോവുകയാണെങ്കിൽ അവിടെയുള്ള ഭരണാധികാരികൾക്കും അതുപോലെ തന്നെ റോയൽ ഫാമിലിക്കും വലിയ രീതിയിലുള്ള ത്രെട്ടാണ്. അപ്പോൾ ഇതിനെ തടയാൻ വേണ്ടി സൗദിക്ക് ഒരു ന്യൂക്ലിയർ വെപ്പൺ വേണം. അങ്ങനെ ഒരു ന്യൂക്ലിയർ വെപ്പൺ കിട്ടണമെങ്കിൽ സൗദി സ്വന്തമായി ഉണ്ടാക്കണം. പക്ഷെ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അമേരിക്ക അത് സമ്മതിക്കുമില്ല. ഇസ്രായേലും അമേരിക്കയും കൂടെ വീണ്ടും ഇതേ ഇറാനിൽ എന്തൊക്കെ ചെയ്തോ അതേപോലെ തന്നെ സൗദിയിലും ചെയ്യുമെന്നുള്ള യാതൊരുവിധ സംശയമില്ല. അപ്പോൾ ഇതിന് പകരമായിട്ട് എന്താ, അതായത് നമ്മൾ കാശ് കൊടുക്കാം, നമുക്കൊരു വാടക ഗുണ്ടേനെ എടുക്കാം എന്നുള്ള രീതിയിലിട്ട് സൗദി എത്തിക്കുകയും അങ്ങനെയാണ് പാകിസ്ഥാനെ ഇപ്പോൾ കയ്യിലെടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് പാകിസ്ഥാന്റെ ആണവായുധത്തിന്റെ ഡയറക്റ്റ് ആക്സസിബിൾ ആണ് ഇപ്പോൾ സൗദിക്ക് കിട്ടിയിരിക്കുന്നത്. അത് പാക്കിന്റെ കൂടുതൽ ഡീറ്റെയിൽ പുറത്തു വന്നുള്ള എഗ്രിമെന്റിന്റെ അതിൽ ആണവായുധം ഉണ്ടാവും എന്നുള്ളത് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ലാണ്ട് വേറെ ഡീലൊന്നും തന്നെ അതായത് സൗദി അത്ര ഇൻട്രസ്റ്റഡ് അല്ല. ഇസ്രായേലുമായിട്ട് യുദ്ധം വരികയാണെങ്കിലും സൗദിക്ക് അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഇറാനുമായിട്ട് യുദ്ധം വരികയാണെങ്കിലും സൗദിക്ക് അഡ്വാൻറ്റേജ് ആണ്. ഇനി യമനിലുള്ള ഹൂത്തിയുമായിട്ടുള്ള യുദ്ധം വരികയാണെങ്കിലും അഡ്വാൻറ്റേജ് അതായത് സൗദിക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ പാകിസ്ഥാൻ പോയി ഇവർക്ക് വേണ്ടി അതായത് യുദ്ധം ചെയ്യേണ്ട അവസ്ഥയിലോട്ട് തള്ളപ്പെടും. അതിന് പകരമായിട്ട് കോടിക്കണക്കിന് ഇപ്പോൾ അമേരിക്കയ്ക്ക് എങ്ങനെ കൊടുക്കുന്നോ അതേപോലെ തന്നെ പാകിസ്ഥാന് കൊടുക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷേ ഇസ്രായേലിനുള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ സൗദിയിൽ അത്രമാത്രം ഹമാസ് നേതാക്കളില്ല. അതായത് സൗദിനെ മാത്രം ഒഴിച്ചിട്ട് ബാക്കി എവിടെ വേണമെങ്കിലും ഇസ്രായേലിന് ഇപ്പോഴും അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു അറ്റാക്കുകൾ നടത്തി കഴിഞ്ഞാലും ഒന്നും തന്നെ സംഭവിക്കാൻ പോലുള്ള. ഇസ്രായേലിന് ആകെ സൗദിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് വെക്കേണ്ടത്, അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കേണ്ടത് അതായത് പാകിസ്ഥാനുമായിട്ടും അറ്റാക്ക് ചെയ്യണമല്ലോ എന്നുള്ളത്. ഇത് ഒന്നാമത്തെ കാര്യം. പക്ഷെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അതായത് പാകിസ്ഥാന്റെ ആണവായുധത്തിന്റെ കംപ്ലീറ്റ് കീയും അമേരിക്കയുടെ കൈവശം തന്നെയാണ്. ഇപ്പോൾ നൂർഖാൻ എയർബേസിൽ റീസെന്റ് ആയിട്ട് പോലും അമേരിക്ക തന്നെയാണ് ഇപ്പോഴും അവരുടെ കൺട്രോളിലുള്ളത്. പാകിസ്ഥാൻ ആർമിക്ക് ഇതുവരെയും ആക്സസിബിൾ ഇല്ല, അത് ഇന്ത്യ അറ്റാക്ക് ചെയ്തതിന് ശേഷം. അപ്പോൾ അങ്ങനെ കൊണ്ടുകൊണ്ട് അതായത് ഇസ്രായേലിന് ഈ ആണവായുധം വലിയ രീതിയിലുള്ള ഭയമൊന്നും ഇസ്രായേലിന്റെ മുന്നിലോട്ട് വെക്കുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് ഇസ്രായേൽ ഏകദേശം സേഫാണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അതായത് മുസ്ലിം രാജ്യത്തോട്ട് നാറ്റോ സംഭവിക്കുമോ? അത് ഈ ഒരു അടുത്ത കാലത്ത് ഒരിക്കലും പോസിബിൾ അല്ല. അതായത് ഈജിപ്തും ടർക്കിയുമായിട്ടുള്ള പ്രശ്നം, അതുപോലെ തന്നെ ഇറാനും സൗദി അറേബ്യയുമായിട്ടുള്ള പ്രശ്നം, സൗദി അറേബ്യയും യമനുമായിട്ടുള്ള പ്രശ്നം, ഖത്തറും UAE യുമായിട്ടുള്ള പ്രശ്നം, ഇങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തെടുക്കണമെങ്കിൽ
മിനിമം ഒരു നൂറ്റാണ്ടെങ്കിലും എടുക്കേണ്ടി വരും. അങ്ങനെ അതുകൊണ്ട് തന്നെ മുസ്ലിം നെറ്റോയ്ക്ക് അത്ര വലിയ ഒരു സാധ്യതകൾ ഇപ്പോൾ ഇല്ല. പക്ഷേ ഈ ഒരു ഡീൽ കൊണ്ട് സൗദിയും പാകിസ്ഥാനുമുള്ള ഡീൽ മാത്രമോ നിൽക്കുന്നുള്ളൂ. ഇനി അവസാനത്തെ ചോദ്യത്തോട്ട് വരാം. ഇതുകൊണ്ട് ഇന്ത്യക്ക് എന്തൊക്കെയാണ് പ്രശ്നമെന്ന്. നമുക്കറിയാം, നമ്മൾ സൗദിയുമായിട്ടും ഇസ്രായേലുമായിട്ടും നല്ല ബന്ധത്തിലാണ് ഉള്ളത്. ഇത് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് നമ്മൾ പാകിസ്ഥാനുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ല ഉള്ളത്. അപ്പോൾ നമ്മൾ നാളെ ഓപ്പറേഷൻ സിന്ദൂർ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ സൗദി നമുക്കെതിരെ അറ്റാക്കുകൾ നടത്തുന്നു. സൗദിയുടെ ആർമി സൗദീനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോലും അത്രമാത്രം അഡ്വാൻസ്ഡ് ആർമി ഒന്നുമല്ല, അവരൊരു വീക്ക് ആർമിയാണ്. അതുകൊണ്ട് തന്നെ നാളെ ഇന്ത്യക്കെതിരെ അറ്റാക്കുകൾ നടത്തുകയാണെങ്കിൽ അവർ വന്ന് അറ്റാക്ക് ചെയ്യുകയും ചോദിച്ചാൽ അതൊരിക്കലും പോസിബിൾ ഉള്ള കാര്യമല്ല. പക്ഷേ ഇതിലുള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ അതായത് നമ്മളും സൗദിയുമായിട്ടുള്ള ട്രേഡിംഗ് ആണ്. അതായത് നമ്മുടെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണറാണ്. ബില്യൺ കണക്കിന് ട്രേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റുകൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ അറാംകോ അവരുമായിട്ടുള്ള ഡീൽ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളും സൗദിയുമുണ്ട്. പക്ഷെ നമ്മളും പാകിസ്ഥാനുമായിട്ടും ഇല്ല. അപ്പോൾ നാളെ പാകിസ്ഥാനെതിരെ നമ്മൾ അറ്റാക്കുകൾ നടത്തുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനെ അതായത് ഓപ്പൺ ചെക്ക് ബുക്കാണ് കൊടുക്കുന്നത്. അതായത് നിങ്ങൾക്ക് എത്ര കോടികൾ വേണമെങ്കിലും സൗദി തരാം. കാരണം സൗദിക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അല്ലെങ്കിൽ അമേരിക്കേൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വാങ്ങിയ വെപ്പൺസ് വേണമെങ്കിൽ സൗദിക്ക് കൊടുക്കാം. ഈ രണ്ട് ഓപ്ഷൻസ് മാത്രമേ സൗദിക്ക് പാകിസ്ഥാനെ സഹായിക്കാൻ കഴിയുള്ളൂ. ഇത് ഒന്നാമത്തെ കാര്യം. അതായത് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പറ്റില്ല, കോടിക്കണക്കിന് രൂപ പാകിസ്ഥാന് കൊടുക്കാം. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അതായത് മുസ്ലിം രാജ്യങ്ങളൊന്നും തന്നെ അത്രമാത്രം പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ നാളെ വീണ്ടും ഒരു അറ്റാക്ക് ഇന്ത്യക്കെതിരെ അതായത് ഇന്ത്യ നടത്തുകയാണെങ്കിൽ ഈ ഒരു വട്ടം അതായത് പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ ഒരു മുസ്ലിം രാജ്യം ഉറപ്പുവരുത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇത് ഒന്നാമത്തെ കാര്യം. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ കുറേയധികം ഇൻവെസ്റ്റ്മെന്റുകൾ ഇനി പാകിസ്ഥാനിലോട്ടും സൗദി ഇൻവെസ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. കാരണം ഈ ഒരു ഡീൽ ഉള്ളതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ എക്കണോമി ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയും കൂടെ പാകിസ്ഥാന്റെ ശ്രമമാണ് ഇതിൽ ഉള്ളത്. പ്രത്യേകതകൾ എന്താ വെച്ചാൽ അത് ഈ ഇൻവെസ്റ്റ്മെന്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ട്രിഗർ ചെയ്തുകൊണ്ട് സൗദി ബാക്കിൽ നിന്ന് ചിരട്ട വലിക്കാൻ തുടങ്ങും. അത് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റുകൾ ഞങ്ങൾ നിർത്തും, ട്രേഡിംഗ് നിർത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് ഒരു ഇൻഡയറക്റ്റ് പ്രഷർ പാകിസ്ഥാൻ സൗദിനെ വെച്ച് കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇത് നമുക്കൊരു ഒന്നാമത്തെ ക്ഷീണമായി കരുതുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഈ നൂർഖാൻ എയർബേസ് ഒന്നും തന്നെ നാളെ അത് അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഏറ്റെടുത്ത പോലെ പാകിസ്ഥാനെ എന്തെങ്കിലും ഏറ്റെടുക്കുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്ക് തന്നെയാണ് ഈ ന്യൂക്ലിയർ വെപ്പണിന്റെ കംപ്ലീറ്റ് ആക്സസും പോകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളും അധികം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇതിലുള്ള ഒരേ ഒരു കാര്യം, ഈ ഒരു ട്രേഡ് വെച്ചുകൊണ്ട് പാകിസ്ഥാൻ സൗദിനെ കൊണ്ട് നമ്മളെ പിന്നിൽ നിന്ന് ചരട് വലിപ്പിക്കും. ഇതുകൊണ്ട് തന്നെ ചൈനയ്ക്കും ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ചൈന പാകിസ്ഥാനും സൗദിയുമായിട്ടും നല്ല ഒരു ബന്ധത്തിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി വലിയ കാര്യത്തിലൊന്നും തന്നെ ഈ ഒരു ഡീല് മുന്നോട്ട് പോകാൻ ഒരു ചാൻസും ഇല്ല. ഇതുകൊണ്ട് തന്നെ ഇസ്രായേലിനും ഇന്ത്യക്കുമുള്ള പ്രശ്നം ഇതാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? കമന്റ് ബോക്സിൽ